ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മളെ ദ്രോഹിക്കാൻ അയാളെടുക്കുന്ന അടവുകള് വിചിത്രമായിരുന്നല്ലോ. அவரை என்ன சொன்ன? அந்த சாமி வருது, அதான் வேற ஸ்பெஷல் ஆளா? എന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് ഒരു ലേഡി സ്റ്റാഫ് ആയിരിക്കും. കമ്പനിയുടെ കടങ്ങൾ അടച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ അയാൾ ഇവിടുന്ന് പോവുകയും ചെയ്യും. അതുവരെ മാത്രമേ അങ്ങനെ ഒരാളോട് നിൽക്കുള്ളൂ. ഹരി, വെറുതെ ഒരു മത്സരത്തിന് പോയി കാര്യങ്ങൾ വഷളാക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം. Then you may decide. സ്വാമി, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം. Then okay. ഞാൻ ഓഫീസിലുണ്ടോ? വിളിച്ചാ മതി. രഘുവേട്ടൻ തിരിച്ചെത്തിയാൽ എല്ലാം നേരെയാക്കാം എന്നൊരാശ്വാസത്തെക്കുറിച്ച് ചിന്തിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും അടുത്ത നടപടി വന്നു. നമ്മളെ കൊണ്ടൊരിക്കലും കടം തിരിച്ചടയ്ക്കാൻ പറ്റില്ല എന്ന് അയാൾക്കൊരു തോന്നലുണ്ട്. അതിന്റെ ധൈര്യ ഈ കാണിക്കുന്നേ. ഹരി, അതെ, ഒരാള് വന്ന് നിൽക്കാനൊക്കെ പറഞ്ഞ അയാള് ഏത് തരക്കാരനായിരിക്കും? അമ്മാവ, ഒരാളെ നിർത്തുക എന്ന് പറഞ്ഞാല് അതൊരു പ്രയോഗം മാത്രമാണ്. അവരുടെ കമ്പനിയിൽ ഏറ്റവും താഴ്ന്ന ശമ്പളം വാങ്ങുന്ന ജോലിക്കാരെ ആയിരിക്കും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അവർ ഉപയോഗിക്കുക. ഈ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം ആളുകൾ താമസിക്കുന്നതും കൺമുന്നിലൂടെ നടക്കുന്നതൊക്കെ അതൊരു ഭീഷണിയായിരിക്കും. ഹരി, ഒരു കാര്യം ഉറപ്പാ, രഘുവേട്ടൻ തിരിച്ചെത്താൻ 3-4 ദിവസം എടുക്കും. രഘുവേട്ടൻ തിരിച്ചെത്തിയാലും പാലക്കാട്ടെ പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യാൻ നമുക്ക് കുറച്ച് ദിവസം എടുക്കും. അത് വിൽക്കാൻ ആളെ കണ്ടെത്തണം, രജിസ്ട്രേഷൻ നടക്കണം. എന്തായാലും 2-3 ആഴ്ച ഉറപ്പായും വേണം. അത്രയും ദിവസം മതി അവന് നമ്മളെ തെരുവിലിറക്കി നിർത്താൻ. അതുകൊണ്ട് അത് വേണ്ട മോനെ. ഏതെങ്കിലും ഒരുത്തൻ വന്ന് നിൽക്കുവാണെങ്കിൽ നിൽക്കട്ടെ. അല്ല, നമ്മുടെ സ്വസ്ഥമായ ജീവിതത്തിലേക്ക് പുറത്തു നിന്നൊരാള്. എന്ത് സ്വസ്ഥമായ ജീവിതം? ചിലപ്പോ എല്ലാം ഒന്നിച്ചങ്ങ് അവസാനിക്കുമായിരിക്കും. ഇതുകൂടി അങ്ങ് സഹിക്കാൻ നമുക്ക്, അല്ലേ രാമകൃഷ്ണേട്ടാ? അതെ, ജയാറിന്റെ അവസാനത്തെ വിജയമായിട്ട് എടാ മക്കളെ, നീ ഇതും കൂടെ വിളിച്ചു പറ. ഏതായാലും ഇവരെ കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങാൻ വയ്യ. ഞാൻ പറയാം. ഉത്തര ചെറിയൊരു സംശയം പ്രകടിപ്പിച്ചു സ്വാമി. നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആവില്ലെന്ന് സ്വാമിക്ക് എന്തു തോന്നുന്നു? കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഐ ആം വെയിറ്റിംഗ് ഫോർ ദെയർ കോൾ. ഹലോ ഹരി, ഓക്കെ ഓക്കെ, താങ്ക് യു. ഹരിയാണ് വിളിച്ചത്. അവരോക്കെ ആണല്ലേ? അങ്ങനെ ആയിരിക്കണമല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും സ്വാമി. അങ്ങനെ ഒരിക്കൽ കൂടി ഹരിയുടെയും കൂടെയുള്ളവരുടെയും പത്തി താഴ്ന്നു. ജയാറിന് തെറ്റിയില്ല. പ്ലാൻ വരച്ചത് ഞാനാണെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്തത് താനാ. തന്റെ സംസാരം, ആരെയും വീഴ്ത്തുന്ന ശൈലി, പാവങ്ങൾ അതിലാ വീണുപോയത്. ഞാൻ വാങ്ങിക്കുന്ന ശമ്പളത്തിന് പണിയെടുക്കണ്ടേ ജയാർ? സ്വാമിയുടെ ജോലിയൊക്കെ കൃത്യമാണ് സ്വാമി.
വെറുതെയാണോ സ്വാമി ഞാൻ JR എന്ന കമ്പനിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ അതേ പ്രാധാന്യത്തോടെ സ്വാമിയെക്കുറിച്ച് ചിന്തിച്ചത്? വമ്പൻ മുതലാളിമാരുടെ കച്ചേരിക്ക് കാവൽ നിൽക്കാന്ന് പറഞ്ഞ കുറച്ച് ത്രില്ലുള്ള കാര്യാ. പണ്ട് തമ്പുരാക്കന്മാരൊക്കെ ഭരിക്കുമ്പോ അരിയിട്ട് വാഴ്ത്തുന്നവർക്കുള്ള സ്ഥാനമില്ലേ, അത് കൊള്ളാവുന്നൊരു ചുമതലേ. അപ്പൊ ഞാനൊരു തമ്പുരാനായി അല്ലേ സ്വാമി? നോ ഡൗട്ട്. തമ്പുരാക്കന്മാർക്ക് പ്രജകളെ പരിപാലിക്കാം. വേണമെങ്കിൽ വീഴണമെന്ന് തോന്നുന്നവരെ തിരഞ്ഞു പിടിച്ച് കൊല്ലാം, ഓരോരുത്തരെ ആയിട്ട്. പരിഹസിച്ചവർ, ദ്രോഹിച്ചവർ, പുറത്താക്കിയവർ, ലിസ്റ്റ് അങ്ങനെ നീണ്ട് കിടക്കുക സ്വാമി. എല്ലാവരെയും കാണണം. എല്ലാവർക്കും അവരവരർഹിക്കുന്നത് തന്നെ കൊടുക്കണം. അർഹിക്കുന്ന രീതിയിലുള്ള മരണം. ആ സൈഡിൽ നോക്ക്. ശരിമ്മ. അമ്മയ്ക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? വരുന്ന ആള് അവിടെ ഞങ്ങളുടെ കൂടെ താമസിച്ചോട്ടെ എന്ന് ഹരി പറഞ്ഞല്ലേ? വരുന്നത് ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ല. എന്ത് തരം സ്വഭാവമാണെന്നും അറിയില്ല. നിങ്ങൾ സ്വസ്ഥമായിട്ട് അവിടെ ജീവിക്കുന്നതിനിടയിൽ അങ്ങനെ ഒരു പൊരുത്തക്കേട് ആവശ്യമുണ്ടോ? ഇവിടെ ഇപ്പൊ ഞാനും ശരവണനും അല്ലേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞ അച്ഛനെത്തും. അച്ഛന്റെ കൺമുമ്പിൽ തന്നെ നിൽക്കട്ടെ, വരുന്നത് ആരായാലും. அம்மா, இந்த சிஸ்டம் எப்படி வந்ததுன்னு எனக்கு தெரியாது. கடவு எடுக்கிறதும் തിരിച്ചടയ്ക്കുന്നതും എല്ലായിടത്തും இருக்கு. ஆனா இந்த மாதிரி ஒரு ஏற்பாடு நான் எங்கேயும் பார்த்ததே இல்லம்மா. കാണാത്ത കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ശരവണ. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് ശ്രീമാൻ JR അല്ലേ? പണ്ടും അങ്ങനെയായിരുന്നല്ലോ. നമ്മളെ ദ്രോഹിക്കാൻ അയാളെടുക്കുന്ന അടവുകള് വിചിത്രമായിരുന്നല്ലോ. அவரை என்ன சொன்ன? அந்த சாமியா வருது? അതാ വേറെ സ്പെഷ്യൽ ആളാ? എന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് ഒരു ലേഡി സ്റ്റാഫ് ആയിരിക്കും.